അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് രാവിലെ മുതൽ കേരളത്തിൽ പെരുമഴക്കാലത്തിന് തുടക്കമാണ്. ഇന്നലെ മുതൽ തുടങ്ങിയതാണ്. രാവിലെ തുടങ്ങിയ മഴ വൈകിയും പല സ്ഥലങ്ങളിലും ശക്തമായി തന്നെ തിമിർത്തു പെയ്യുന്നു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് സൈറൺ നൽകി. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് 3 മണിക്ക് മുന്നറിയിപ്പ് നൽകിയത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ അത് ശ്രദ്ധിക്കണം. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. തൃശ്ശൂരിൽ കനത്ത കാറ്റിലും മഴയിലും കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് വീഴുന്ന കാഴ്ച അല്പസം മുമ്പ് പ്രേക്ഷകർ കണ്ടു. മേൽക്കൂരയുടെ തകരാറ് കണ്ടിട്ടും കോർപ്പറേഷൻ അറ്റകുറ്റപ്പണി നടത്തിയില്ല എന്ന് തെളിയിക്കുന്ന ചിത്രം 24 കിട്ടി. തൂൺ മുറിച്ചു മാറ്റിയ ശേഷം മേൽക്കൂര അതേപടി നിലനിർത്തിയതാണ് അപകടങ്ങൾക്കിടയാക്കിയത്. അപ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം, പ്രതികരണവും കേൾക്കാം. എന്താണെന്ന് ചോദിച്ചാൽ ഒരു പിടുത്തം കിട്ടുന്നില്ല. കാരണം വലിയൊരു കാറ്റ്, നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇതുപോലൊരു കാറ്റ്. ആ കാറ്റ് പിടിച്ചതോടു കൂടിയാണ് ഇത് പൊന്തി ഇങ്ങനെ വന്ന് കിടക്കുന്നത്. മുമ്പ് ഞങ്ങൾ പല പ്രാവശ്യം പരിശോധിച്ചപ്പോഴും ഇങ്ങനൊരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇത് ഇനി വരുന്ന കാലവർഷം തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം മാത്രമല്ല, ഈ പ്രാവശ്യത്തെ കാലവർഷം കാറ്റോട് കൂടി ആയിരിക്കും എന്നുള്ളൊരു സൂചനയും കൂടിയാണിത്. അപ്പോൾ അടിയന്തരമായി നമ്മൾ പ്രിക്വേഷൻ ഉണ്ടാക്കണം. ഒപ്പം തന്നെ മറ്റ് ബിൽഡിങ്ങുകൾക്ക് നമ്മൾ ഓൾറെഡി എടുത്ത തീരുമാനം ഒന്നുകൂടി ഘടിപ്പിച്ച് ഏതൊക്കെ തരത്തിലാണ് ഇനി ബിൽഡിങ്ങുകളുടെ ട്രസ്സുകൾ നിൽക്കുന്നതെന്ന് ഒരു പരീക്ഷണം കൂടി നമ്മൾ എല്ലാം വിട്ട് അന്വേഷിപ്പിച്ച് ബാക്കി നടപടിയായിട്ട് പോകേണ്ടി വരും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഒന്നുകൂടി പരിശോധിക്കും, എന്താണ് സംഭവം എന്നുള്ളത് പരിശോധിക്കും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും ഒടുവിലത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പുമായി മേഘന മുരളിയുണ്ട്. തൃശ്ശൂരിലെ ഈ കണ്ട കാഴ്ചയുടെ വിവരങ്ങളുമായി സൂരജ് സജിയുണ്ട്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്നും ചേരുന്നു. ആദ്യം മേഘനയിലേക്ക് തന്നെ പോകുന്നു. മേഘന, എന്തായാലും കാലവർഷം അതിന്റെ പൂർണ്ണതോതിൽ എത്തിയിട്ടുണ്ടോ? ഈ ദിവസങ്ങളിൽ, ഇന്ന് രാത്രി, നാളെ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാലാവസ്ഥ എങ്ങനെയാണ്? എന്താണ് ലേറ്റസ്റ്റ് പ്രവചനം? മേഘന. ഹാഷ്മി, കാലവർഷത്തെ കാത്തിരിക്കുകയാണ് കേരളം. അതിന് മുന്നോടിയായുള്ള മഴയാണ് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം പെയ്യുന്നത്. അത് സംസ്ഥാന വ്യാപകമായി തന്നെ ഇടവിട്ട് മഴ പെയ്യുന്നുമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലടക്കം മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ രാത്രിയോടുകൂടി തന്നെ തെക്കൻ കേരളത്തിൽ കൂടുതലും വ്യാപകമായി മഴ പെയ്യുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതിൽ പ്രധാനമായും ഇന്ന് പുതുക്കിയ മഴ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് 6 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഓറഞ്ച് അലർട്ട് സൂചിപ്പിക്കുന്നത് അതിശക്തമായ മഴ പെയ്യുമെന്നുള്ളതാണ്. അത് രാത്രിയോടുകൂടി തന്നെ അതിശക്തമായ മഴ ഈ 6 ജില്ലകളിലും പെയ്യുമെന്നുള്ളതാണ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് തുടരുന്നുണ്ട്. അതായത് അതിശക്തമായ മഴ തന്നെ ഈ ജില്ലകളിൽ ഉടനീളം പെയ്യുമെന്നുള്ളതാണ്. കൂടാതെ നാളെ മുതൽ റെഡ് അലർട്ട്, അത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലർട്ടാണ്. അതുപോലെ 27-ാം തീയതി വരെ വിവിധ ജില്ലകളിൽ, അത് പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത റെഡ് അലർട്ട് പ്രഖ്യാപിച്ചാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്നത്. അതുപോലെ തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മത്സ്യബന്ധനത്തിനടക്കം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന്, അതിവേഗതയിലുള്ള കാറ്റിന് സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നവരടക്കം അതീവ ജാഗ്രത പുലർത്തണം. കാരണം ഇത് അതിശക്തമായ ഒരു മഴയുടെ ഒരു കാലഘട്ടമാണ് വരുന്നത്. മഴ പെയ്യാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തവണ കേരളത്തിൽ കാലവർഷം എത്തുമെന്ന് പ്രവചിച്ചിരുന്നത് ഈ മാസം 27-നാണ്. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് അതിന് മുന്നോടിയായി തന്നെ, അതായത് 2 ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ കാലവർഷം എത്തുമെന്നുള്ളതാണ്. അതിനുള്ള അനുകൂല സാഹചര്യം ഇപ്പോൾ ഉണ്ട്. കൂടാതെ ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ന്യൂനമർദ്ദ സാധ്യതയുണ്ട്. ഇതൊക്കെ ഈ കാലവർഷത്തെ സ്വാധീനിക്കും. വേഗം തന്നെ കാലവർഷം കേരളത്തിലേക്ക് എത്തും. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. 6 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഇന്ന് സൈറൺ അടക്കം മുഴക്കിക്കൊണ്ട് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓക്കെ, മേഘനയാണ് ഏറ്റവും ഒടുവിലെ മുന്നറിയിപ്പിന്റെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഈ പറഞ്ഞ ന്യൂനമർദ്ദം, ചക്രവാത ചുഴി എന്നൊക്കെ പറയുന്നത് മഴ കൂട്ടാനുള്ള ഫാക്ടേഴ്സ്, ഘടകങ്ങളാണ് കേട്ടോ. ഇവിടെ ആരാണ് മിനി ബാബു ആലപ്പുഴ പറയുന്നു, ഇവിടെ പെരുമഴയാണെന്ന് പറയുന്നു. റീന സതീശൻ മുകളിൽ മഴയാണെന്ന് പറയുന്നു. ഹസീന ഷാജി ഇവിടെയും പെരുമഴയാണ് എന്ന് പറയുന്നു. അപ്പോൾ മലപ്പുറത്ത് മഴയാണെന്ന് പറയുന്നു, തൃശ്ശൂരിൽ മഴയാണെന്ന് പറയുന്നു. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ ബാബു മംഗലത്ത് പറയുന്നു. കൊട്ടാരക്കരയിൽ നല്ല മഴയും കാറ്റുമുണ്ട്, ജനങ്ങൾ ജാഗ്രത പാലിക്കുക. നൗഷീദ് നല്ല മഴയാണ് വേങ്ങര ഭാഗത്ത് എന്ന് പറയുന്നുണ്ട്. ആലപ്പുഴ ശക്തമായ മഴ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും, ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും രാത്രിയും വലിയ മഴയുണ്ട്. നമുക്ക് സൂരജ് സജിയിലേക്ക് ഒന്ന് പോകാം. സൂരജ്, നമ്മൾ ആദ്യം കണ്ട ദൃശ്യങ്ങളെക്കാൾ അതിൻ്റെ ഭീകരത മനസ്സിലായത് ആ CCTV നമ്മൾ പുറത്തുവിട്ട, അല്ലെങ്കിൽ സൂരജ് പുറത്തുവിട്ട CCTV ദൃശ്യങ്ങൾ കാണുമ്പോഴായിരുന്നു. കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. അതിന് തൊട്ട് മുൻപ് കുറേയധികം ഓട്ടോയും വണ്ടിയൊക്കെ റോഡിലുണ്ടായിരുന്നു. ആരുടെയോ ഭാഗ്യത്തിന് വണ്ടി മാറിയ സമയത്ത് വന്ന് കറക്റ്റ് ലാൻഡ് ചെയ്തു ഈ പറയുന്ന മേൽക്കൂര. സൂരജ്.
അഷ്മി, പ്രകൃതി കാത്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്രമാത്രം ഭാഗ്യമാണ് ഈ അപകടത്തിൽ തൃശൂർ നഗരത്തിൽ ഉണ്ടായത്. ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ആ ഭീതിപ്പെടുത്തുന്ന അതിന്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടത്. ഒരു പേപ്പർ വീഴുന്നത് പോലെയാണ് ആ മേൽക്കൂര പറന്നു വരുന്നതെങ്കിലും പക്ഷെ അത് വീണാലുണ്ടാകാവുന്ന അപകടത്തിന്റെ വ്യാപ്തി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല. 2 ഓട്ടോറിക്ഷകൾ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ്. ആദ്യം ഒരു ഓട്ടോറിക്ഷ പോയതിന് തൊട്ട് പിന്നാലെയാണ് അടുത്ത ഓട്ടോറിക്ഷ വരുന്ന ഗ്യാപ്പിനിടയിലാണ് ഈ ഷീറ്റ് വീഴുന്നത്. ഇത് കണ്ട് രണ്ടാമത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. തൊട്ടു പിന്നാലെ വാഹനങ്ങൾ നിരനിരയായി വരുന്നുണ്ട്. ആ സമയത്ത് മഴ പെയ്തു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബൈക്ക് യാത്രികരെല്ലാം തന്നെ ഈ തൊട്ടടുത്ത കടയിലും മറ്റും കയറി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ബൈക്ക് യാത്രികരോ കാൽനട യാത്രക്കാരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതാണ് ഭാഗ്യം തുണച്ചത്. പക്ഷേ കാശ്മീർ ഒരു കാര്യം പറയേണ്ടിയിരിക്കുന്നു, അത് കോർപ്പറേഷന്റെ വീഴ്ചയാണ്. നമ്മൾ പുറത്തുവിട്ട ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ മേൽക്കൂരയുടെ ഒരു തൂൺ മുകളിലത്തെ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് വീഴാവുന്ന തരത്തിൽ നിൽക്കുകയാണ്. ആ കെട്ടിടത്തിലെ ഈ മേൽക്കൂര തകർന്നിരിക്കുകയാണെന്ന പരാതി വന്ന സമയത്ത് ഈ കോർപ്പറേഷൻ അധികൃതർ ചെയ്തത് അത് മനസ്സിലാകാതിരിക്കാൻ, അതായത് ഇവിടെ നിന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാകാതിരിക്കാൻ ആ തൂണ് മുറിച്ചു മാറ്റിയതിനു ശേഷം കേടുവന്ന മേൽക്കൂര അതേപടി നിലനിർത്തുകയായിരുന്നു. ഇന്ന് മഴ പെയ്തോടുകൂടി വീണ്ടും ആ മേൽക്കൂരയുടെ അടുത്ത തൂൺ കൂടി ഒടിഞ്ഞതിനു ശേഷമാണ് ഈ മേൽക്കൂര ഇത്തരത്തിൽ താഴേക്ക് പതിച്ചത്. കോർപ്പറേഷന് വീഴ്ചയുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ തെളിയിക്കുന്ന ചിത്രമാണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് മേയറോട് പ്രതികരണം തേടിയ സമയത്ത് മേയർ ഉരുണ്ട് കളിക്കുകയായിരുന്നു. അന്വേഷിക്കാം, കണ്ടെത്തട്ടെ, തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നൊക്കെ മേയർ പറയുന്നുണ്ട്. പക്ഷേ ഗുരുതരമായ വീഴ്ച അത് കോർപ്പറേഷൻ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. കാശ്മീർ, സൂരജാണ് ആ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. സൂരജാണ് ഈ CCTV ദൃശ്യങ്ങളും ആദ്യം പ്രേക്ഷകർ 24 ആണ് പുറത്തുവിടുന്നത്. എന്തായാലും ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്, വളരെ അതിന് താഴെ സൂരജ് ഒരു കാര്യം ഉറപ്പാണ്, അതിൻ്റെ താഴെ ആൾക്കാരോ ഉണ്ടായിരുന്നെങ്കിൽ, അതിന് താഴെ വാഹനം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലാഘവത്തിലൂടെ ആവില്ല ആ വാർത്തയെ നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുക. സൂരജ്, ഹാഷ്മി, തീർച്ചയായും. അതായത് അതിന് താഴെ ഒരു വാഹനം ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ രാത്രി നമുക്ക് ഈ വാർത്തയിൽ നിന്ന് മാറാൻ പോലും കഴിയാത്ത. സൂരജ് നേരത്തെ പറഞ്ഞ ചിത്രം ഇതാണ്. ഈ പറയുന്ന തൂണ് പ്രശ്നമാണെന്ന് പറഞ്ഞു, പുറത്തു നോക്കുമ്പോൾ കാണാമായിരുന്നു. അപ്പോൾ തൂണിൻ്റെ ആ ഭാഗം പൊളിച്ചു മാറ്റിയിട്ട് ഈ പറയുന്ന ഐറ്റം നമ്മൾ പറന്ന് താഴോട്ട് വന്ന ആ സാധനം അതിൻ്റെ മുകളിൽ അങ്ങനെ അങ്ങ് വെച്ചു. ആരും അറിയുന്നില്ല. അപ്പോൾ ആ തൂണിൻ്റെ പ്രശ്നം പുറത്ത് കാണാനുമില്ല. ആ മേൽക്കൂര അവിടെ ഇരുന്നു. പക്ഷേ മഴയും കാറ്റും വന്നപ്പോഴത്തേക്കാണ് ഈ സാധനം അങ്ങനെ പറന്ന് റോഡിൽ വന്ന് പതിച്ചത്. സൂരജ്, പറയൂ. ഹാഷ്മി, അത് തന്നെയാണ് ഹാഷ്മി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പ്രകൃതി കാത്തു എന്നുള്ളത്. ഈ മേൽക്കൂരക്കടിയിൽ ഒരു വാഹനം വന്ന് പെട്ടിരുന്നെങ്കിൽ പോലും ഇന്നത്തെ രാത്രി എങ്ങനെ പോകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഹാഷ്മി, ആ മേൽക്കൂരയുടെ തൂൺ ഇളകിയ സമയത്ത് തന്നെ അത് അഴിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഇതൊരിക്കലും ഈ അപകടം സംഭവിക്കില്ല. പക്ഷേ വളരെ നിരുത്തരവാദിത്തപരമായി പെരുമാറിയെന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകർ പോലും ഈ കോർപ്പറേഷന്റെ ബന്ധപ്പെട്ട അധികാരികളെ ഫോണിൽ വിളിച്ച് ഇക്കാര്യം ധരിപ്പിച്ചിരുന്നതാണ്. അതിന് മുകളിൽ ഒരു പത്രസ്ഥാപനമുണ്ട്, വീക്ഷണത്തിന്റെ പത്രസ്ഥാപനം പ്രവർത്തിക്കുന്ന അവിടെയാണ്. അവർ വാർത്തയടക്കം പ്രസിദ്ധീകരിച്ചതാണ്. ആ സമയത്ത് കോർപ്പറേഷന്റെ ബന്ധപ്പെട്ട അധികാരികളെല്ലാം ഈ മാധ്യമപ്രവർത്തകരടക്കം വിളിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയ സമയത്ത് ഇത് ഇനി വാർത്തയാകണ്ട എന്ന് കരുതിയിട്ടായിരിക്കണം ആ തൂൺ അങ്ങ് മുറിച്ചു മാറ്റി അത് മുകളിലേക്ക് എടുത്തിടുകയും ചെയ്തു. ആ തൂണ് മുകളിൽ കിടക്കുന്നുണ്ട്. ആ തൂൺ മുറിച്ചു മാറ്റി പ്രശ്നം പരിഹരിച്ചു എന്ന് കരുതി. പക്ഷെ നല്ല കാറ്റ് വീശിയതോടുകൂടി അടുത്ത തൂണിൽ നിന്ന് ആ മേൽക്കൂരയുടെ ബന്ധം വേർപെട്ട താഴേക്ക് പറന്നു വീഴുകയായിരുന്നു. ഇപ്പോൾ കാണാം ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പാൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം ജനത്തിരക്കാണ് ഈ മേഖലയിൽ എന്നുള്ളത്. എന്തായാലും വലിയൊരു അപകടം, അത് ഒഴിവായി, അത് ആശ്വാസം തന്നെയാണ്. പക്ഷേ നിരുത്തരവാദിത്തപരമായ ഇടപെടൽ ആണ് ഇത് നയിച്ചത്, ഇത്തരമൊരു അപകടസ്ഥിതിയിലേക്ക് നയിച്ചതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. വലിയ ദുരന്തമുണ്ടാവാത്തത്, വലിയ ജീവഹാനി ഉണ്ടാവാത്തത് ആരുടെയോ ഭാഗ്യം. എന്തായാലും ഇനി അത്തരത്തിൽ തൊട്ടിലെന്ന മട്ടിലിരിക്കുന്ന മേൽക്കൂരകൾ എവിടെയൊക്കെ ഉണ്ട് എന്നത് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലോ കാര്യങ്ങൾ. അമ്പിളി ടി കെ പുതുപ്പള്ളി നല്ല മഴ എന്ന് പറയുന്നു. അതുൽ ജിത്തു മലപ്പുറത്ത് മഴ എന്ന് പറയുന്നു. മാത്യു ഡി കെ കായംകുളത്ത് മഴ എന്ന് പറയുന്നു. ആരാണ് നമ്മുടെ തോമസ് കുട്ടി കളഞ്ഞു, എല്ലാം പോട്ടെ, താങ്കളുടെ പന്തളത്ത് മഴ ഹാഷ്മി എന്ന് പറയുന്നത്. മൊത്തത്തിൽ മഴ, അടിമുടി എല്ലായിടത്തും മഴയാണ്. റോഡുകൾ തോട് പോലെയാണ്, ഓവുചാലുകൾ ഇതുവരെ ക്ലീൻ ആക്കിയിട്ടില്ല പലയിടത്തും എന്ന് ശ്രീരാജ് പറയുന്നുമുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്ന കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, അവിടെ ഇന്ന് പകൽ മുഴുവൻ അത്യാവശ്യം മഴയുണ്ടായിരുന്നു. രാത്രിയും ആ മഴ സാഹചര്യം തുടരുകയാണോ? റെഡ് അലർട്ടാണല്ലോ അരുൺ. അഷ്മി, ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്, നാളെ റെഡ് അലേർട്ടാണ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഇന്ന് രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഏകദേശം ഒരു മണിക്ക് ശേഷം ആ കാര്യങ്ങൾ മാറി. ഇടവിട്ട സമയങ്ങളിൽ ശക്തമായ മഴ ജില്ലയുടെ എല്ലാ മേഖലയിലും പെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നഗര, തീരദേശ, മലയോര മേഖലകളിൽ ഒരുപോലെ മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും ആ ശക്തമായ മഴ, ഞാനിപ്പോൾ കണ്ണൂർ നഗരത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു അരമണിക്കൂർ നേരമായി മഴ നിർത്താതെ പെയ്യുന്നുണ്ട്. എന്തായാലും മഴയുടെ ശക്തി
രാത്രിയോടെ കൂടി വരും എന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട്. ജില്ലാ ഭരണകൂടം കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും ഈ കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നതാണ് ജില്ലാ ഭരണകൂടം ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. നാളെ റെഡ് അലേർട്ട് ആയതുകൊണ്ട് തന്നെ പൊതുവായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണം. അതിൽ പ്രാദേശിക ഭരണ സംവിധാനങ്ങൾക്ക് ആവശ്യമായ അനുസൃതം അവർക്ക് നിർദ്ദേശം നൽകുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർ അക്കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പുള്ളാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥയ്ക്ക് മുന്നിൽ കാണുന്നവർ അധികൃതരുമായി കൃത്യമായി ബന്ധപ്പെടണം. അങ്ങനെ എന്തെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കണമെന്ന് പഞ്ചായത്ത് തലത്തിൽ ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ റെഡ് അലേർട്ട് മുന്നിൽ നിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതയുള്ള മേഖലയിലെല്ലാം കൃത്യമായ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം അതിൽ താലൂക്ക് തലങ്ങളിൽ കൺട്രോൾ റൂമുകളും പ്രാദേശിക തലങ്ങളിൽ ഭരണ സംവിധാനങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആശങ്ക ജില്ലയിൽ നിലനിൽക്കുന്നത് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഈ കുപ്പത്ത് വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായി. അവിടെ വീടുകളിലേക്കൊക്കെ ചെളിവെള്ളവും മണ്ണും ഒലിച്ചിറങ്ങുന്ന സാഹചര്യമുണ്ട്. മഴ ശക്തിപ്പെട്ടാൽ വീണ്ടും അതേ സാഹചര്യം, സമാന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലുള്ള കാഴ്ച അവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. 27-ാം തീയതിക്കകം അവിടെ മറ്റ് നടപടികൾ, അത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞെങ്കിൽ പോലും മഴ എന്നതാണ്. അവിടെ ഇന്ന് ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ നാളെ റെഡ് അലർട്ട് ആണ്, മഴയാണ്. ഹസീന പറയുന്നുണ്ട് മഴക്കാലം തുടങ്ങുന്നതിന് മുൻപേ അതിതീവ്ര മഴയാണോ ആഷ്മി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരിയാണ്, കാലവർഷം വന്നിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. വരാൻ പോകുന്നതിന് മുമ്പ് തന്നെ മഴ തുടങ്ങുന്നു. എബ്രഹാം തോമസ് ചോദിക്കുന്നു ഇതെങ്ങനെ ഒരു മേൽക്കൂര താഴെ വന്നു. അതാണ് നമ്മുടെ ആ CCTV കണ്ടത്. അപ്പോൾ ആ മേൽക്കൂര താഴെ വന്നതിൽ അതിനകത്തുള്ള ശ്രദ്ധക്കുറവിലൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരുപാട് പ്രതികരണങ്ങൾ പറയുന്നുണ്ട്. ഇനി അത് സൂക്ഷിക്കേണ്ടതാണ്, അത് മസ്റ്റായി സൂക്ഷിച്ചാൽ മതിയാവുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഏതെങ്കിലുമൊക്കെ കെട്ടിടങ്ങൾക്ക് മുകളിൽ അത്തരം മേൽക്കൂരകളൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ ഇതൊരു പാഠമാകട്ടെ. അപ്പോൾ ഇന്ന് മേൽപ്പാലത്തിലൊക്കെ വിള്ളൽ കണ്ട ഒരു ദിവസമാണ്, നമ്മൾ അതിലേക്ക് വരും. അതിന് മുൻപ് ഒരു അപകടത്തിൻ്റെ വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ വരുന്നു. സങ്കടകരമാണ്. തൃശ്ശൂർ പുതുക്കാടാണ്. പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കുന്നതിനിടെ മുന്നോട്ടെടുത്ത കാറിൻ്റെ ടാങ്കിൽ വെച്ചിരുന്ന നോസിൽ തലയിൽ വന്നിടിച്ച് ജീവനക്കാരന് ഗുരുതര പരിക്ക്. ചെങ്ങാലൂർ സ്വദേശി മുള്ളക്കര വീട്ടിൽ ദേവസിക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ ദേവസി തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കണ്ടിരിക്കാൻ പറ്റാത്ത ദാരുണമായ സംഭവമാണ് ഇത്. നമ്മൾ പെട്രോൾ പമ്പിൽ പോകുമ്പോൾ ഡീസലൊക്കെ അടിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത് അടിച്ച് നോസിൽ അടച്ചു എന്ന് ഉറപ്പാക്കാതെ വണ്ടി എടുത്തോട്ട് പോകരുത്. പലപ്പോഴും നമുക്ക് പറ്റുന്നതാണ് ആബ്സെന്റ് മിനിറ്റായിട്ടിരിക്കുകയും ചില വണ്ടി മുന്നോട്ടെടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഏത് രീതിയിലാണ് അയാൾ ഒരു പാവ മനുഷ്യൻ്റെ ജീവന് പോലും ഹാനികരമായേക്കാവുന്ന രീതിയിൽ അത് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അത് അതൊരു വലിയ അപകടമായി മാറുന്നത് എങ്ങനെയാണെന്നുള്ള CCTV ദൃശ്യങ്ങളാണത്. സൂരജ് സജീവങ്ങളുമായി വെച്ചിട്ട് സൂരജ് ആദ്യം അറിയേണ്ടത് ഈ ദേവസ്വയുടെ ആരോഗ്യനില എങ്ങനെയാണ്? തൃശ്ശൂർ പുതുക്കാടാണ് സംഭവം. പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കുന്നതിനിടെ കാറ് മുന്നോട്ടെടുത്തു. അപ്പോൾ ജീവനക്കാരൻ ആ കാറിൽ പെട്രോളോ ഡീസലോ എന്തോ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ടാങ്കിൽ വെച്ച് നോസിൽ തലയിൽ വന്നിടിച്ചു എന്ന് പറഞ്ഞാൽ ഇത് വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോഴേക്ക് അത് കഴുത്തിൽ കുരുങ്ങുന്ന പോലാണ് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തോന്നുന്നത്. പരിക്ക് അത്യാവശ്യം ഗുരുതരമാണ് എന്നും പറയുന്നുണ്ട്. സൂരജ് സജി ചേരുന്നു. സൂരജ്, ഈ ജീവനക്കാരൻ്റെ ദേവസ്വയുടെ പരിക്ക് എങ്ങനെയാണ്, ആരോഗ്യനില എങ്ങനെയാണ്? ഹഷ്മി, പരിക്കൽപ്പം ഗുരുതരമാണ് എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഈ കാർ പെട്ടെന്ന് മുന്നോട്ടെടുക്കുകയും അതിൻ്റെ നോസിൽ വന്ന് ഈ തലക്കടിക്കുകയുമായിരുന്നു. അതോടുകൂടിയാണ് ഈ തലക്കടിയേറ്റ് ഈ ദേവസി വീഴുന്നത്. ഇന്ന് രാവിലെയാണ് ഈ പെട്രോൾ നിറയ്ക്കുന്നതിന് വേണ്ടി ഈ കാർ പമ്പിലെത്തുന്നത്. അതിനുശേഷം ഈ ദേവസി ഈ പെട്രോൾ നിറച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇതൊന്നും അറിയാതെ പെട്ടെന്ന് ഈ കാർ മുന്നോട്ടെടുക്കുന്നത്. ഇതിനിടയിൽ ദേവസി ഈ നോസിൽ വലിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അതിനുള്ളിൽ തന്നെ കാർ അതിവേഗത്തിൽ മുന്നോട്ടെടുക്കുന്നു. ടാങ്കിൽ നിന്ന്, പെട്രോൾ ടാങ്കിൽ നിന്ന് അത് വേഗത്തിൽ ഊരി വരികയും മുഖത്ത് വന്ന് അടിക്കുകയുമായിരുന്നു, തലയ്ക്ക് വന്ന് അടിക്കുകയുമായിരുന്നു. പിന്നീട് കുഴഞ്ഞു വീണ ദേവസിയെ തൃശ്ശൂരിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ
ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇപ്പോൾ നിലവിൽ ചികിത്സയിലാണുള്ളത്. പരിക്ക് ഗുരുതരമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ആ അപകടത്തിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ ആ ഒരു ഭീകരത വെളിവാക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാശ്മീർ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറം കൂരിയാട് ദേശീയപാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ തലനാഴിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. മണ്ണിടിയുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. പ്രധാന റോഡിലെ കല്ലും മണ്ണുമെല്ലാം വാഹനത്തിലേക്ക് പതിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. കുരിയാടിനടുത്ത സമീപ പ്രദേശങ്ങളിലെ വീടുകളും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ഭീഷണിയിലാണ്. അപകടം നടന്ന സ്ഥലം ജനം സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്ന് മലപ്പുറം കളക്ടർ VR വിനോദ് പറഞ്ഞു. തകർന്നു വീണ കൂരിയാട് ദേശീയപാത അധികാരികളോട് വിളിച്ചു പറയുന്നുണ്ട് ഒരുപാടധികം കാര്യങ്ങൾ. എങ്ങനെ പാത നിർമ്മിക്കരുത് എന്ന് ജനങ്ങളെ കേൾക്കണമെന്ന്. ദേശീയപാത സർവീസ് റോഡിലേക്ക് തകർന്നു വീഴുകയാണ്. 3 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ വാഹനത്തിന് പുറത്തിറങ്ങി അലറിക്കരയുന്നതും കേൾക്കാം. തലപ്പാറ സ്വദേശി ഷംസുദ്ദീനും കുടുംബവുമാണ് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. വരുന്ന ടൈമിൽ റോഡിന് യാതൊരു കംപ്ലൈന്റ് കണ്ടില്ല. പെട്ടെന്ന് റോഡിന് ഒരു വിളിച്ചുകൊണ്ട് വന്നാണ്. സ്ലോ ആക്കലും റോഡ് പെട്ടെന്ന് താളം മരണമായിട്ട് ചെരിഞ്ഞു പോയി. ബ്ലോക്കിന്റെ ഉള്ളിൽ അവർ മറ്റേ കരിങ്കല്ലാട്ടിങ്ങൾ, ആ കരിങ്കല്ല് ഫുള്ള് ഞങ്ങളെ മേത്തുകൂടെ വന്ന് വണ്ടിക്കുന്നു. ഞാൻ പിന്നെ കഴിച്ചില്ലാവില്ല, കാരണം മണ്ണ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരോടൊക്കെ ഇറങ്ങി പോകാൻ പറഞ്ഞു. അപകടത്തിന് പിന്നാലെ ദേശീയപാതയോരത്ത് കൂരിയാടിന് സമീപം താമസിക്കുന്നവരും ആശങ്കയിലാണ്. റോഡ് നിർമ്മാണം കാരണം കൂരിയാട് സ്വദേശിനി ഷെരീഫയുടെ വീട് അപകട ഭീഷണിയിലാണ്. അശാസ്ത്രീയമായ ഓവുചാൽ നിർമ്മാണമാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു 100-200 മീറ്ററിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഡ്രൈനേജ് ഫുള്ളും നമ്മളെ പറമ്പിലാണ് അവർ കൊടുന്നിട്ടത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് പ്രൈവറ്റ് സ്ഥലത്തേക്ക് നിങ്ങളെങ്ങനെ വിടാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ 46 മീറ്റർ ഉള്ളതേ ഞങ്ങൾക്ക് നോക്കാനുള്ളൂ, ബാക്കി എവിടെ ഡ്രൈനേജ് വരുന്നത് അവിടെ ഞങ്ങൾക്ക് ഒഴിവാക്കണം എന്നാണ്. പറഞ്ഞാൽ അത് സാധ്യമല്ല, ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം ഞങ്ങൾ മതിലൊക്കെ അതിൻ്റെ ശേഷം കെട്ടി, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം മൊത്തം ഇങ്ങോട്ട് വരും. ദേശീയപാതയിലെ വെള്ളവും ചളിയും മാലിന്യവുമെല്ലാം ഈ വീട്ടുമുറ്റത്താണ് എത്തുന്നത്. ദേശീയപാത അതോറിറ്റി ഉൾപ്പെടെ നിരവധിയിടങ്ങളിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. 30 വർഷം ഭർത്താവ് വിദേശത്ത് അധ്വാനിച്ചുണ്ടാക്കിയ വീട് തകരുമോ എന്നാണ് ഇവരുടെ വിഷമം. അപകടം സംഭവിച്ചിടത്തുള്ള സന്ദർശനം ജനങ്ങൾ ഒഴിവാക്കണമെന്ന് മലപ്പുറം കളക്ടർ VR വിനോദ് അഭ്യർത്ഥിച്ചു. ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് വളരെയധികം ജനങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ആ സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗം കൊളാപ്സ് ആയിരിക്കുന്നു. വളരെ കൊളാപ്സായ രീതിയിലാണ് നമ്മൾ റോഡ് കാണുന്നത്. അപ്പം അത് വേറൊരു ദുരന്തം ഉണ്ടാകാൻ ഇടവരാത്ത രീതിയിൽ കൂടുതൽ ജനങ്ങൾ ഈ ടൂറിസ്റ്റ് ഒരു ഡിസാസ്റ്റർ ടൂറിസം എന്ന രീതിയിൽ അങ്ങോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് അഭ്യർത്ഥന. ഒരു ഭാഗത്തെ സർവീസ് റോഡ് തുറന്നു കൊടുക്കുമെന്നും കളക്ടർ പറഞ്ഞു. കൂരിയാട്ട് ദേശീയപാത അപകടം ഈ ദേശീയപാതക്കരികിൽ താമസിക്കുന്നവരെയും ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകളെയും ആശങ്കയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക നീക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ക്യാമറാമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ആശങ്ക ഒരു ചെറിയ ആശങ്കയല്ല. പലരും ഇന്ന് പകൽ നേരങ്ങളിൽ നമ്മളോട് പറഞ്ഞ പ്രതികരണങ്ങളിലൊക്കെ രോഷത്തോടെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. മലപ്പുറത്തിന് പിന്നാലെ കോഴിക്കോട്ടേക്കാണ് ഇനി. അവിടെയും കോഴിക്കോട് ദേശീയപാതയിൽ 2 ഇടങ്ങളിലാണ് വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. തിരുവങ്ങൂർ മേൽപ്പാലത്തിലും അമ്പലപ്പടി ചെറുകുളം അടിപ്പാതയ്ക്ക് മുകളിലുമായാണ് വിള്ളൽ. വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ മധ്യഭാഗത്തൊന്നും വെള്ളം അടിപ്പാതയിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. വിള്ളൽ വർദ്ധിക്കുന്നു എന്ന ആശങ്കയിലാണ് ജനം. അതേസമയം വിള്ളൽ വീണ തൃശൂർ ചാവക്കാട് ദേശീയപാതയിൽ വിദഗ്ധ സംഘം സാമ്പിൾ അവിടെ ഒന്ന് ശേഖരിച്ചിട്ടുണ്ട്. മഴ ശക്തമാകുന്നതേയുള്ളൂ. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലും ആശങ്കയേറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്നാണ് അമ്പലപ്പടി ചെറുകുളം അടിപ്പാതയ്ക്ക് മുകളിൽ വിള്ളൽ വീണിരിക്കുന്നത്. വെങ്ങളം രാമനാട്ടുകര ബൈപ്പാസ് റൂട്ടിലാണ് വിള്ളൽ. വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ മധ്യഭാഗത്തു നിന്ന് വെള്ളം അടിപ്പാതയിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. വിള്ളൽ ബാധിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ഈ ദൂരയാത്ര ചെയ്ത് വരുന്നവർക്ക് ഇത് അറിയുന്നില്ല. ഈ വിള്ളൽ നോക്കിയിട്ട് ആരും വാഹനം ഓട്ടൂല, യാത്രക്കാരും നോക്കൂല. അപ്പോൾ അവരുടെ തലയിൽ മറിഞ്ഞു വീഴുമ്പോൾ അവരറിയുള്ളൂ. നാളെ നമ്മളെ പത്രത്തിലും കൊടുക്കും, അല്ലെങ്കിൽ ചാനലിൽ വരും. അമ്പലപ്പടി അണ്ടർപാസ് പൊളിഞ്ഞു വീണു, ഇത്ര പേർ മരിച്ചു, പിന്നെ അതിനെപ്പറ്റി അന്വേഷണം നടത്തുക. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇതിൻ്റെ പരിഹാരം കണ്ടെത്തണം. തൃശൂർ ചാവക്കാട് ദേശീയപാതയിൽ വിള്ളലുണ്ടായ ഭാഗത്തു നിന്ന് വിദഗ്ധ സംഘം സാമ്പിൾ ശേഖരിച്ചു.
വിള്ളൽ രൂപപ്പെട്ട ഭാഗത്ത് മണ്ണ് ശരിയായ രീതിയിലാണോ നിറച്ചത് എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് സാമ്പിൾ ശേഖരിച്ചത്. വിദഗ്ധ സമിതിയുടെ അന്തിമ റിപ്പോർട്ട് ലഭ്യമാകുന്നതുവരെ താൽക്കാലികമായി ഇവിടുത്തെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവച്ചിരിക്കുകയാണ്. കോഴിക്കോട് തിരുവങ്ങൂർ മേൽപ്പാലത്തിലെ വിള്ളൽ കഴിഞ്ഞ ദിവസം അടച്ചിരുന്നു. 400 മീറ്റർ നീളത്തിൽ വിണ്ടുകീറിയ ഭാഗത്തെ ചിലയിടങ്ങളിലാണ് വീണ്ടും വിള്ളൽ രൂപപ്പെട്ടത്. മഴ കനക്കുന്നതോടെ വെള്ളം വിള്ളൽ വീണ ഭാഗത്തുകൂടി താഴേക്കിറങ്ങാൻ സാധ്യത ഏറെയാണ്. 12 മണിക്കൂർ പെയ്യുമ്പോഴത്താണ് ഇത് വന്നത്. അപ്പോൾ ഇനി നിരന്തരം മഴ വരാൻ പോവുകയാണ്. അപ്പോൾ എന്താവും എന്നുള്ളതാണ് ആശങ്ക ഞങ്ങൾക്ക്. കാരണം ഒന്ന്, സർവീസ് റോഡ് വളരെ മോശമാണ്. കാരണം വാഹനങ്ങൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം സർവീസ് റോഡിന് ഗവൺമെൻറ് എടുത്തു കൊടുത്ത സ്ഥലം തന്നെ ഉണ്ട് ഇവിടെ. അതെടുക്കാതെയാണ് ഇവർ സർവീസ് റോഡ് 7 മീറ്റർ വേണ്ടടുത്ത് 5 മീറ്റർ 3.5 മീറ്ററൊക്കെ ആ അപാകത ഞങ്ങൾ അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. നാട്ടുകാർക്ക് തീർച്ചയായിട്ടും ആശങ്കയിലാണ് നിൽക്കുന്നത്. റോഡിൻ്റെ സൈഡിൽ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മാത്രമല്ല സർവീസ് റോഡ് കൂടെ വാഹനം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തള്ളി വീണാൽ അപകടം വലിയ പ്രശ്നമുണ്ടാക്കും. അതൊക്കെ തന്നെ വലിയ പ്രശ്നത്തിലേക്കാണ്, വലിയ ഭീതിയിലേക്കാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേൽപ്പാലത്തിലെ സംരക്ഷണ ഭിത്തികളിലും വിള്ളൽ വീണിട്ടുണ്ട്. താൽക്കാലികമായി അടച്ചെടുത്ത് തന്നെയാണ് വീണ്ടും വിള്ളൽ വീഴുന്നത്. വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. തിരുവങ്ങൂർ മേൽപ്പാലത്തിൽ നിന്ന് അഭിലാഷ് പള്ളിക്കരക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിന്റെ വലിയ യാത്രാ സ്വപ്നമാണ് ഈ കാസർഗോഡ് തിരുവനന്തപുരം ദേശീയപാത 66. അതിന് നിർമ്മാണം ഏതാണ്ട് അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ്. ആ നിർമ്മാണ സമയത്തൊക്കെ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് നമ്മൾ ഒരുപാട് ദുരിതമൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ ക്ഷമിച്ച് ആ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് സ്വപ്നത്തിന് ഒരു വിഘാതം, ഒരു തടസ്സം എന്ന നിലയ്ക്ക് പലയിടങ്ങളിലും മണ്ണിടിച്ചിലും വിള്ളലും ഒക്കെ ഉണ്ടാവുന്നത്. സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയായ നാളിതുവരെ ഉയർത്തിക്കാട്ടിയ ദേശീയപാത നിർമ്മാണത്തിൽ നിന്ന് പ്രതിസന്ധി ഘട്ടത്തിൽ തലയുരുകയാണോ സർക്കാർ? സംഭവത്തിൽ കേന്ദ്രം വീഴ്ച സംബന്ധിച്ചു, പക്ഷേ സംസ്ഥാനത്തിന് അപ്പോഴും കുറ്റപ്പെടുത്തുന്നവർ മറുവശത്തുണ്ട്. വീഴ്ചയിലെ ക്രെഡിറ്റ് ആർക്കാണ്? അതിലാണ് ഇപ്പോൾ തർക്കം. അപ്പോൾ ദേശീയപാത 66 കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമുള്ള കൃത്യമായ റോളുകൾ, കൃത്യമായ പങ്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ദേശീയപാത അതോറിറ്റി, അത് നമ്മൾ നോക്കും ദേശീയപാത അതോറിറ്റിയുടെ റോളാണ്. ഇപ്പോൾ ദേശീയപാതകളുടെ ടെൻഡർ ക്ഷണിക്കൽ, കരാറുകാരെ നിയമിക്കൽ, നിർമ്മാണം, അത് ആദ്യാവസാനം എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ കാര്യങ്ങളും നിർമ്മാണം, സ്ഥലപരിശോധന, മണ്ണ് പരിശോധന, ഗുണപരിശോധന എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ നിർമ്മാണത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ടെക്നിക്കലായും അല്ലാതെയുമുള്ള ഏതാണ്ട് എല്ലാ പ്രധാന മേഖലകളിലും ഉത്തരവാദിത്വം ശ്രദ്ധിക്കേണ്ടത് ദേശീയപാത അതോറിറ്റിയാണ്. DPR അടക്കം, ആ DPRൽ മാറ്റമുണ്ടായി എന്നൊക്കെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത് ഗുരുതരമായ ആരോപണമാണ്. കേവലം രാഷ്ട്രീയ പ്രതികരണത്തിനപ്പുറം വസ്തുതകൾ വെച്ചാണ് സുരേഷ് ഗോപി അത് പറഞ്ഞതെങ്കിൽ വലിയ ദുരന്തങ്ങൾക്ക് പോലും കാരണമായേക്കാവുന്ന ആ DPR ദേശീയപാത അതോറിറ്റി ആര് സ്വാധീനിച്ചു, ആര് മാറ്റി എന്ന് അന്വേഷിക്കേണ്ടതാണ്. ഓക്കെ, ഇനി ദേശീയപാത അതോറിറ്റിയുടെ റോളുകൾ ഇതൊക്കെയാണ്. പ്രധാനപ്പെട്ട റോളുകൾ അവർക്കാണ്. സംസ്ഥാനത്തിൻ്റെ കാര്യം നോക്കിയാൽ ഭൂമി ഏറ്റെടുക്കൽ ഉറപ്പായും, ഓഫ് കോഴ്സ് ഭൂമി ഏറ്റെടുക്കൽ സംസ്ഥാനത്തിൻ്റെ ചുമതല തന്നെയാണ്. 567 കിലോമീറ്ററോളം ഭൂമി ഏറ്റെടുക്കൽ സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതേസമയം തന്നെ ഭൂമി ഏറ്റെടുക്കൽ തുകയുടെ 25% നൽകുക, അത് ഏകദേശം ഒരു 5560 കോടി രൂപ സംസ്ഥാനം നൽകും. അവിടെ ദേശീയപാതയ്ക്ക് സംസ്ഥാന വിഹിതം കൊടുത്ത് കേരളം മാത്രമാണ് എന്ന തരത്തിൽ ചില പ്രതികരണം വരുന്നുണ്ട്. അത് ശരിയല്ല. പക്ഷേ ഒരു കാര്യം, വിഹിതം കൊടുത്ത മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. പക്ഷേ 25% എന്ന് പറഞ്ഞാൽ 5000 കോടിക്ക് മുകളിൽ 25% എന്ന വലിയൊരു സിംഹഭാഗം കൊടുത്തത് കേരളം എന്ന സംസ്ഥാനം മാത്രമാണ്. അടുത്തത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ നിസ്സീയമായ സഹകരണമാണ്. ഏകോപനം നടത്തുക എന്നത് സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അവലോകനം നടത്തുക എന്നത് സംസ്ഥാനത്ത് ഉത്തരവാദിത്തമാണ്. പക്ഷേ സംസ്ഥാനത്ത് ഉത്തരവാദിത്തങ്ങൾ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കൽ, കഴിയുമെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വിഹിതം നൽകൽ, ബാക്കി ഏകോപനം എന്നതിലേക്ക് സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തം ഈ ദേശീയപാത നിർമ്മാണത്തിൽ ചുരുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ പദ്ധതി തയ്യാറാക്കുന്നതിൽ, DPR തയ്യാറാക്കുന്നതിലോ അലൈൻമെൻറ്റ് തയ്യാറാക്കുന്നതിൻ്റെ എവിടെയൊക്കെ വയഡക്റ്റ് ഉണ്ടാവണം, എംബാക്ക്മെൻറ്റ് എവിടെയൊക്കെ വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് 100% ദേശീയപാത അതോറിറ്റി മാത്രമാണ്. അതിൽ സംസ്ഥാനത്തിനോ PWDക്കോ ഒരു ഉത്തരവാദിത്വമില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് നിർമ്മാണ കമ്പനിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് ഗതാഗത മന്ത്രാലയം കണ്ടെത്തുന്നത്, അതിൽ നടപടി ഉണ്ടാവുകയും ചെയ്യുന്നത്. മണ്ണ് ബലപ്പെടുത്തുന്നതിൽ കമ്പനി പരാജയപ്പെട്ടു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 2 പേരെ സസ്പെൻഡ് ചെയ്യുകയും കമ്പനി ഡീബാർ ചെയ്യുകയും ചെയ്തു. അതിൽ നിന്ന് പിഴവ് ദേശീയപാത അതോറിറ്റിയുടെ മാത്രമാണ്. പക്ഷേ രണ്ടാം പിണറായി സർക്കാരിന് 4ാം വാർഷികത്തിൽ വികസനങ്ങൾ പറയുമ്പോൾ ഒന്നാമതായി പറയുന്നത് ഈ ദേശീയപാത വികസനമാണ്. അതിലൊരു മങ്ങലുണ്ട്. അത് സാങ്കേതിക വശമല്ല, അതാണ് അതിൻ്റെ രാഷ്ട്രീയ വശം. ഓക്കെ, അപ്പോൾ ഈ ദേശീയപാത അതോറിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദേശീയപാത എന്ന് പറയുന്നത് ഇതൊരു തുടർച്ചയാണ്. രാജ്യമൊട്ടാകെ നിൽക്കുന്ന റോഡുകളുടെ തുടർച്ചയാണ്. മഹാരാഷ്ട്രയിലെ പനവേലിൽ തുടങ്ങി തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ അവസാനിക്കുന്ന ആകെയുള്ള 1611 കിലോമീറ്റർ റോഡിൻ്റെ പ്രധാന ഗുണഭോക്താവ് ആരാണ്? അത് കേരളമാണ്. കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം മുക്കോല വരെയുള്ള 24 സ്ട്രെച്ചുകളിൽ സംസ്ഥാനത്തിൻ്റെ പണി പുരോഗമിക്കുന്നത്. പുതിയ പാലങ്ങൾ, അടിപ്പാതകൾ, വയഡക്റ്റുകൾ, ബൈപ്പാസുകൾ പണി പൂർത്തിയായ യാത്രക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. അതിനിടയിലാണ് മഴയുണ്ടാവുന്നത്. മഴയത്ത് ഇത്തരം ഇടിച്ചിലും വിള്ളലുമൊക്കെ ഉണ്ടാവുന്നത്. വലിയ കുടിയൊഴിപ്പിക്കൽ നടന്നുവെങ്കിലും ഏറ്റവും ഉയർന്ന നഷ്ടപരിഹാരം നൽകി സർക്കാർ ജനങ്ങളെ സംതൃപ്തരാക്കിയ ഈ പണിയുന്ന പാതകളെപ്പറ്റി ഒന്ന് പരിശോധിക്കാം. അത് കാസർഗോഡ് ജില്ലയിൽ നോക്കിയാൽ ആകെ ദൂരം അത് 83.1 കിലോമീറ്ററാണ്. 3 റീച്ചുകളിലായി നിർമ്മാണം. അത് തലപ്പാടി ചെങ്കള 1,
ചെങ്കള നീലേശ്വരം 2, നീലേശ്വരം പള്ളക്കര മേൽപ്പാലം വരെ 3ാമത്തെ സ്ട്രെച്ച്. പണി പൂർത്തിയായതോടെ പള്ളിക്കര മേൽപ്പാലം തുറന്നു കൊടുത്തു. അതോടെ യാത്രക്കാരുടെ 1.5 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പാണ് കേട്ടോ അവിടെ യാഥാർത്ഥ്യമായത്. മുംബൈക്കും കന്യാകുമാരിക്കും ഇടയിലെ അവസാന റെയിൽവേ ലെവൽ ക്രോസ് അതില്ലാതായി തീർന്നത് തീവണ്ടി പോകുമ്പോഴുള്ള 6 മുതൽ 8 മിനിറ്റ് വരെയുള്ള കാത്തിരിപ്പൊക്കെ ഈ പറയുന്ന പാലം തുറന്നതോടെ അവരുടെ സ്വപ്ന യാഥാർത്ഥ്യമായി. ഇനി കണ്ണൂരിലേക്ക് കടന്നാലോ, അവിടെ ആകെ ദൂരം 88.6 കിലോമീറ്ററാണ്. അവിടെ 3 റീച്ചുകളിലായി നിർമ്മാണം. നീലേശ്വരം തളിപ്പറമ്പ് മുഴുപ്പിലങ്ങാട്, പിന്നെ 3ാമത് തലശ്ശേരി മാഹി ബൈപ്പാസ്. ആ 3 റീച്ചുകൾ കണ്ണൂരിലെ നിർമ്മാണം. ഈ പറഞ്ഞ തളിപ്പറമ്പ് കീഴാറ്റൂരിൽ വയൽ കീറി മുറിച്ചുകൊണ്ടുള്ള ബൈപ്പാസിനെതിരെയുള്ള വയൽക്കിളി സമരമൊക്കെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട്. ആ സമരം ചരിത്രത്തിലായി. കീഴാറ്റൂരിലും ബൈപ്പാസ് യാഥാർത്ഥ്യമായി. നീലേശ്വരം തളിപ്പറമ്പ് റീച്ചിലെ 2 ബൈപ്പാസുകൾ ഒന്നാണ് കീഴാറ്റൂരിലൂടെ കടന്നു പോകുന്നത്. തളിപ്പറമ്പ് നഗരത്തെ തൊടാതെ കടന്നു പോകുന്ന ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതോടെ നഗരത്തിലെ വലിയ ഗതാഗത കുരുക്കില്ലാതാവുന്നു എന്ന സവിശേഷത കൂടി കണ്ണൂരിൽ സംഭവിക്കുന്നുണ്ട്. 3ാമത് കോഴിക്കോട്. ആകെ ദൂരം എത്രയാണ്? 71.3 കിലോമീറ്ററാണ് ആകെ ദൂരം. 3 റീച്ചുകൾ: അഴിയൂർ വെങ്ങളം, പാലൊളിപ്പാലം 2, വെങ്ങളം രാമനാട്ടുകര 3 എന്നുള്ളതാണ് ആ 3 റീച്ച്. മലപ്പുറം പണി നടക്കുന്ന 2 റീച്ചുകളിൽ ആകെ ദൂരം 77 കിലോമീറ്റർ. മലപ്പുറത്തെ 77 കിലോമീറ്ററാണ് മൊത്തം ദൂരം. അത് രാമനാട്ടുകര വളാഞ്ചേരി കാപ്പിരിക്കാട് എന്ന ഈ 2 റീച്ചുകൾ. ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കിയ ആദ്യ ജില്ല പക്ഷേ മലപ്പുറമാണ് കേട്ടോ. ഏറ്റവും വലിയ വയഡക്റ്റ് വരുന്ന ജില്ല മലപ്പുറമാണ്. വട്ടപ്പാറ വളവാണ് വയഡക്റ്റായി അവിടെ മാറുന്നത്. ഒഴിവാകുന്നത് ഏറ്റവും വലിയ അപകടമുണ്ടാക്കിയ ഒരു പടുകൂറ്റൻ വളവ് മാറിപ്പോകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. 74 വർഷത്തെ ചരിത്രം പറയുന്ന കുറ്റിപ്പുറം പാലം കാഴ്ചക്കാരനാകുന്നു. 1949 മെയ് 8 അന്നത്തെ മദ്രാസ് പൊതുമരാമത്ത് മന്ത്രി എം ഭക്തവത്സലമാണ് ഇപ്പോഴത്തെ കുറ്റിപ്പുറം പാലത്തിന് തറക്കല്ലിട്ടത്. 29 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച പാലം 1953 തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇനി നമ്മൾ തൃശ്ശൂരിലേക്ക് കടക്കുന്നു. തൃശ്ശൂരിൽ ആകെ ദൂരം എത്രയാണ്? 63.5 കിലോമീറ്റർ ദൂരം അവിടെയുണ്ട്. 2 റീച്ചുകൾ: കാപ്പിരിക്കാട് തളിക്കുളം കൊടുങ്ങല്ലൂർ എന്നിങ്ങനെ 2 റീച്ചുകൾ. പിന്നെ എറണാകുളത്തേക്ക് വന്നാൽ അവിടെ ഒരുപാടില്ല. 28.84 കിലോമീറ്റർ അവിടെ നടക്കുന്നു. പണി നടക്കുന്നത് ഒറ്റ റീച്ചിൽ മാത്രമാണ്. ഇടപ്പള്ളി കൊടുങ്ങല്ലൂർ റീച്ചിൽ മാത്രം അവിടെ പണി നടക്കുന്നു. അവിടുത്തെ പക്ഷേ പ്രത്യേകത എന്താണെന്നറിയോ? കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റോഡപകടങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന കൊടുങ്ങല്ലൂർ മുതൽ എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി വരെയുള്ള ഭാഗം. പണി പൂർത്തിയാക്കിയ വൈറ്റില ഇടപ്പള്ളി സ്ട്രെച്ചിനെ ദേശീയപാത 66 അവിടെ കണക്ട് ചെയ്യും. 16.75 കിലോമീറ്റർ ദൂരത്തുള്ളതാണ് വൈറ്റില ഇടപ്പള്ളി സ്ട്രെച്ച്. ഇപ്പോൾ 3 തട്ടുകളിലായി ഗതാഗത സംവിധാനമുള്ള ഇടപ്പള്ളിയിൽ NH66 വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. അത് വരുമ്പോൾ മാത്രമേ അറിയൂ. താഴെ റോഡും അതിനു മുകളിൽ മേൽപ്പാലവും അതിനു മുകളിൽ മെട്രോയാണ് നിലവിലെ സംവിധാനം. NH66 യാഥാർത്ഥ്യമാകുമ്പോൾ അതിനു മുകളിലൂടെ റോഡ് നിർമ്മിക്കുമെന്ന സംവിധാനമാണ് പരിഗണനയിൽ ഉണ്ടായിരുന്നത്. അത് വരുമ്പോഴും എന്താണ് അത് പ്രാക്ടിക്കൽ ആകുമ്പോഴാണ് അത് ഏത് അവസ്ഥയിൽ വരുന്നു അറിയാൻ പറ്റൂ. എറണാകുളം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന എങ്ങോട്ടേക്കാണ്? ആലപ്പുഴയിലേക്കാണ്. അവിടെ ആകെ ദൂരം 88.15 കിലോമീറ്റർ. പണി നടക്കുന്നത് 3 റീച്ചുകൾ: അരൂർ തുറവൂർ മേൽപ്പാലം, തുറവൂർ തെക്ക് പരവൂര് 3, പിന്നെ പരവൂരിൽ നിന്ന് എവിടെയാണ് കുറ്റക്കുളങ്ങര വരെയുള്ള സ്ഥലം. രാജ്യത്തെ ഒറ്റത്തൂണിലുള്ള ഏറ്റവും നീളമേറിയ 6 വരി ഉയരപ്പാതകൾ ഒന്ന് വരുന്നത് ഈ പറയുന്ന അരൂർ തുറവൂർ റീച്ചിലാണ്. അരൂർ തുറവൂർ ഉയരപ്പാതയാണ് പ്രധാന സവിശേഷത എന്ന് അവിടെ പറയാം. ആലപ്പുഴ കഴിയുമ്പോൾ പിന്നെ എങ്ങോട്ടേക്കാണ്? പിന്നെ ഇവിടെ കൊല്ലം. ആകെ ദൂരം 62.7 കിലോമീറ്റർ. അവിടെ 2 റീച്ചുകളാണ്: കൊറ്റുകുളങ്ങര കൊല്ലം ബൈപ്പാസ് കടമ്പാട്ട് കോണം. ഈ റീച്ചുകളാണ് അവിടെ ഉള്ളത്. പിന്നെ ബാക്കി തിരുവനന്തപുരം ആകെ ദൂരം 73 കിലോമീറ്റർ. പണി നടക്കുന്നത് ഒറ്റ റീച്ചിൽ മാത്രമാണ് അവിടെ. പക്ഷേ അത് വലിയ റീച്ചാണ് കേട്ടോ. കടമ്പാട്ട് കോണം കഴക്കൂട്ടം റീച്ച്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതും പൂർത്തിയാവുന്നതും തിരുവനന്തപുരം ജില്ലയിലാണ് എന്ന പ്രത്യേകതയുണ്ട്. അപ്പോൾ ദേശീയപാത 66 കടന്നു വരുന്ന ജില്ലകളെപ്പറ്റി ഏതൊക്കെ റീച്ചുകൾ എത്ര കിലോമീറ്റർ എന്ന് പ്രേക്ഷകരോടൊന്ന് പറയുകയായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാലവർഷം അടുത്തെത്തിയിട്ടും കൊച്ചിയിലെ ഫുട്പാത്തുകൾ പലതും തകർന്നു തന്നെ കിടപ്പാണ്. MG റോഡിന്റെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടിയത് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ഓടകൾക്ക് മുകളിൽ അശാസ്ത്രീയമായി സ്ലാബുകൾ വെച്ചിരിക്കുന്നത് കാൽനടക്കാർക്കും കച്ചവടക്കാർക്കും ഒരുപോലെ തലവേദന സമ്മാനിക്കുകയാണ്. കോടതി പറയുകയും ചെയ്യുന്നു. കാലവർഷം ഇങ്ങ് അടുത്തെത്തിയിരിക്കുന്നു. കൊച്ചി നഗരത്തിലെ പല നടപ്പാതകളുടെയും സ്ഥിതി ശോചനീയമാണ്. ചിലത് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. മറ്റു ചിലതാവട്ടെ പണി പൂർത്തിയാകാതെയും. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ കാര്യത്തിലും വലിയ പുരോഗതി ഇല്ല എന്നാണ് വിമർശനമുയരുന്നത്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ആദ്യഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ എല്ലാ ഗുണഫലങ്ങളും കൊച്ചി നഗരം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ തകർന്നു കിടക്കുന്ന ഫുട്പാത്തുകളും പണി പൂർത്തിയാക്കാത്ത കാനകളും ഈ മഴക്കാലത്തും കൊച്ചിക്കാരുടെ ശാപമാണ്. റോഡ് മൊത്തം പൊളിഞ്ഞ് വെള്ളക്കെട്ടായിരുന്നു. ഇപ്പം ഇറങ്ങിയേ ഉള്ളൂ. 1 മണിക്കൂർ മഴ പെയ്ത ഇവിടെ മൊത്തം വെള്ളമായിരുന്നു. ഇവിടെ ആദ്യം പണിത പോലെ കിടക്കാം. അതിൻ്റെ ഉള്ളിലെ മണ്ണും കാര്യങ്ങളൊന്നും മാറ്റാനില്ല. പുറമേ ഉള്ള ഇത് മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഉള്ളിലെ മണ്ണ് പണ്ട് തുടങ്ങിയ കാലം മുതൽ കിടക്കുക. അതിപ്പോഴും അങ്ങനെയാണ്. പുറമേ ആണ്ടിൽ ഇതടിച്ച് ടൈൽ അടിച്ച് നിരത്തി പോകും.
ഓടയിലെ വീതി കൂട്ടുകയോ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന മണ്ണ് മാറ്റുകയോ കാര്യക്ഷമമായി ചെയ്തിട്ടില്ല എന്നാണ് പരാതി. കച്ചവടക്കാർക്കും MG റോഡിലെ ഓടയുടെ നവീകരണം വലിയ തിരിച്ചടിയാണ്. പ്ലാവ് വിടവിട്ട് കിട്ടിയൊക്കെയാണ്. പിന്നെ മഴ പെയ്ത് കഴിയുമ്പോൾ ഇവിടെ വെള്ളക്കെട്ട്, ഇവിടെ വെള്ളമൊക്കെ കെട്ടും. പിന്നെ വണ്ടികൾ പോകുമ്പോൾ തിരടിച്ച് വരണോട്ട് കരക്കലൊക്കെ അടിച്ച് പോരും ഇങ്ങോട്ട്. തുടർച്ചയായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഭാഗത്തു നിന്ന് കോർപ്പറേഷനും സർക്കാരിനുമെതിരെ വിമർശനങ്ങളാണ് ഉണ്ടാകുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണം കൊച്ചിയിൽ വേണ്ടവിധം നടന്നിട്ടില്ലെന്നും പരാതിയുണ്ട്. ഓടകളിലടക്കം കൊതുക് നിയന്ത്രണം സാധ്യമായിട്ടില്ല. കോർപ്പറേഷൻ ബജറ്റിൽ വലിയ തുക കൊതുക് നിർമ്മാർജ്ജനത്തിന് മാറ്റിവെച്ചിരിക്കുകയാണ് ഈ സ്ഥിതി. അതേസമയം പ്രധാനപ്പെട്ട റോഡുകൾ പലതിനും ഗട്ടറുകൾ അടയ്ക്കുവാൻ അധികാരികൾക്ക് സാധിച്ചു. പുല്ലേപ്പടി തമ്മനം റോഡുകളിലാണ് ഇനി നവീകരണം ആവശ്യമായിട്ടുള്ളത്. 3 മാസത്തിന് ശേഷം വലിയ കുഴപ്പം കാണില്ല. അതേ ഗട്ടറൊക്കെ അടച്ചിട്ടുണ്ട്, മിക്കവാറും ഒക്കെ അടച്ചിട്ടുണ്ട്. അതിനു മുമ്പൊക്കെ വളരെ നരകയാതെ പോലെയാണ് ഓടിക്കൊണ്ടിരുന്നത് ഗട്ടറും. തമ്മനം മുല്ലപ്പടി റോഡൊന്നും നന്നാക്കിയിട്ടില്ല. അങ്ങനെ ചില ഒറ്റപ്പെട്ട റോഡുകൾ ഇനിയും നന്നാക്കാനുണ്ട്. റോഡുകളിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടാവുന്നുണ്ട്. പക്ഷേ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വേഗത്തിൽ വെള്ളം ഇറങ്ങുന്നതാണ് ആശ്വാസം. മുല്ലശ്ശേരി കനാലിന്റെ പണി പൂർത്തിയാകാത്തത് മറ്റൊരു പ്രശ്നം. കാലവർഷം കനത്താൽ കൊച്ചിയിലെ റോഡുകൾ തോടുകളാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അടക്കം ജില്ലാ ഭരണകൂടത്തിന്റെയും കോർപ്പറേഷന്റെയും പല നടപടികളും കാര്യക്ഷമമായിരുന്നു. പക്ഷേ സമയോചിതമായ നടപടികൾ കൊണ്ട് മാത്രമേ ഫലം കാണാനാവുകയുള്ളൂ. ക്യാമറാമാൻ മാഹൻ ജാഫറിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. റീന സതീശൻ പറയുകയാണ് ഇവിടെ കാറ്റടിച്ചാൽ കറണ്ട് പോകുന്ന ആഷ്മി എന്ന് പറയുന്നത്. വിവേക് കൃഷ്ണൻ പറയുന്നു ആഷ്മി ചേട്ടൻ പറഞ്ഞത് ശരിയാ, നെന്മാറ ചിറ്റലഞ്ചേരിയിലും മഴ വന്നതും കറണ്ട് പോയെന്ന് പറയാം. ഈ മഴയും കാറ്റ് പിടിച്ചാൽ കറണ്ട് പോകാത്ത അവസ്ഥ ഉണ്ടാവുന്നത് സത്യമാണ്. പക്ഷേ നമ്മൾ ഈ സമയത്ത് KCB ജീവനക്കാരുടെ കാര്യമൊക്കെ ആലോചിച്ചല്ലേ, കഷ്ടമാണ്. അവർ കട്ടപ്പണിയാണ്. അതിനുവേണ്ടിയുള്ള ജീവനക്കാരും ഇല്ല, ഉള്ള പോസ്റ്റിലും വലിഞ്ഞു കയറി, ഉള്ള ഈ ടച്ചിങ്സും വെട്ടി എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട പണി രാവും പകലും ഇല്ലാതെയാണ് ഈ പറഞ്ഞ KCB ജീവനക്കാരുടെ ഈ മഴക്കാലം. അതുകൊണ്ട് കറണ്ട് പോകുമ്പോൾ KCB നമ്മൾ ഫോണൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ആ ഒരു പരിഗണനയിൽ അവരോട് സംസാരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഫോൺ വിളിക്കണം, ഇവിടെ കറണ്ട് പോയി എന്നൊക്കെ പറയുകയും ചെയ്യണം. ദേഷ്യപ്പെടേണ്ട പാവങ്ങളാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ അടിമാലിയിൽ ഭിക്ഷയാഴ്ച സമരം ചെയ്ത മറിയക്കുട്ടി BJPയിൽ ചേർന്നു. തൊടുപുഴയിൽ നടന്ന വികസിത കേരളം കൺവെൻഷൻ പരിപാടിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. കോൺഗ്രസ് പ്രവർത്തകർ ആപത്ഘട്ടത്തിൽ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ടാണ് BJP അംഗത്വം സ്വീകരിച്ചതെന്ന് മറിയക്കുട്ടി 24നോട് പറഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിക്കുകയാണ്. മെമ്പർഷിപ്പ് എടുത്തു എന്നാണ് പറയുന്നത്. BJP ചേർന്നു? എടുത്തു, സ്വീകരിച്ചു. BJP ചേർന്നു. എന്താ അങ്ങനെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ജീസു എന്നോട് പറഞ്ഞ ജോൺസിയും പറഞ്ഞേക്കണുണ്ടല്ലോ ആപ്പി, അതിൽ വലിയ ആളാക്കിയാലെന്ന് പറഞ്ഞേ. അവന്റെ വലിയ ആളെ ഞാനും ആകണില്ല. ഈ KPCC ഒരു വീടൊക്കെ നിർമ്മിച്ചു തന്നായിരുന്നല്ലോ. അത് ഞാൻ ചക്കാത്തുള്ളൊന്നുമല്ല, 1-ാം തീയതി അധ്വാനിച്ചതാ. അങ്ങനെയാണ് എന്നെ കൊല്ലാനൊക്കെ നോക്കിയത്. എന്നാ തടഞ്ഞടിമാരില്ല. ഈ കോൺഗ്രസ്സുകാരോട് പറഞ്ഞിട്ട് ഒറ്റയിടം തിരിഞ്ഞു നോക്കിയില്ല. രാഹുൽ വിജയൻ വിവരങ്ങൾ. രാഹുൽ, കോൺഗ്രസ്സുകാർ വീട് വെച്ച് കൊടുത്തെങ്കിലും മറിയക്കുട്ടി പിടിക്കുന്നത് BJPയുടെ കൂടിയാണോ? നേരത്തെ ഒരു മണം അടിച്ചായിരുന്നു അത് രാഹുൽ? ഹാഷ്മി, ആദ്യം മുതൽ തന്നെ അത്തരം ഒരു സൂചന ഉണ്ടായിരുന്നു. ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ ഭിക്ഷച്ചട്ടി എടുത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെ നടത്തിയത് വലിയ വിവാദമായതാണ്. ആദ്യം മുതൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും മറിയക്കുട്ടിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. കാരണം സർക്കാരിനെതിരെ ഒരു ആയുധം, അത് വേണ്ട വിധത്തിൽ തന്നെ അടിമാലിയിലെ കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ അത് പിന്നീട് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരും സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയാക്കുന്ന വിധത്തിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് മറിയക്കുട്ടിക്ക് എല്ലാ വിധത്തിലുള്ള നിയമസഹായങ്ങളും ഒക്കെ പിന്തുണ നൽകിയതാണ്. അതൊക്കെ ഒരു വഴിയിലൂടെ നടന്നു. അപ്പോഴാണ് സുരേഷ് ഗോപിയുടെ ഒരു എൻട്രി അങ്ങോട്ടേക്ക് നടന്നത്. മറിയക്കുട്ടിയുടെ ആ പഴയ വീട്ടിലേക്ക് സുരേഷ് ഗോപി വരികയും ക്ഷേമ പെൻഷൻ ഓരോ മാസവും മറിയക്കുട്ടിക്കും അതുപോലെ തന്നെ മറിയക്കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന അന്നക്കുട്ടിക്കും കൊടുക്കാമെന്നുള്ള വാഗ്ദാനമൊക്കെ നൽകുകയും പൈസ കൊടുക്കുകയും പഴയ വീട്ടിലേക്ക് ചെല്ലുകയും അവരുടെ വീട്ടിലിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതാണ് ഈ BJPയുടെ ആരാധന ഉണ്ടാകാൻ കാരണമെന്നാണ് മറിയക്കുട്ടി പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വികസിത കേരളം പരിപാടി തൊടുപുഴയിൽ നടന്നപ്പോൾ പുതിയ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ തൊടുപുഴ എത്തിയപ്പോൾ ഈ മറിയക്കുട്ടിയെ നേരിട്ട് വേദിയിൽ വിളിച്ച് മെമ്പർഷിപ്പ് കൊടുത്തു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം.
വലിയ ആഘോഷമായിട്ട് തന്നെ മറിയക്കുട്ടിയെ BJP-യിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ മറിയക്കുട്ടി BJP അംഗത്വം എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊരു കാരണം കൂടി മറിയക്കുട്ടി പറയുന്നുണ്ട്. ഈ ആദ്യഘട്ടത്തിലെ പിന്തുണ അതൊക്കെ ശരിയാണ്, KPCC വീട് വെച്ച് നൽകി, അതും ശരിയാണ്. പക്ഷേ പിന്നീട് ഈ പ്രശ്നങ്ങളും ഈ വാർത്തയൊക്കെ കെട്ടുടങ്ങിയതിന് ശേഷം വലിയ തരത്തിലുള്ള ഭീഷണി അവർക്ക് നേരിട്ടിട്ടുണ്ട്, പലതരത്തിലുള്ള വധശ്രമം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്ന് മറിയക്കുട്ടി പറയുന്നുണ്ട്. അപ്പോഴൊന്നും ഈ പരാതിയും പരിഭവങ്ങളും ഒക്കെ കോൺഗ്രസ് പ്രവർത്തകരോട് പറഞ്ഞ സമയത്ത്, അടിമാലിയിലെ കോൺഗ്രസ് പ്രവർത്തകരോട് പറഞ്ഞ സമയത്ത് അതിനൊരു പ്രതിവിധി ഉണ്ടായില്ല, അവരതിനൊരു പരിഹാരം കണ്ടില്ല. അതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ BJP അംഗത്വം എന്നുള്ളതാണ് മറിയക്കുട്ടി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല KPCC അധ്യക്ഷനൊക്കെ മറിയക്കുട്ടിയുടെ പുതിയ വീട്ടിലേക്ക് ചെന്നിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടിമാലിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നു, മറിയക്കുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ പരിപാടിയിൽ പങ്കെടുത്ത് അവിടെ മറിയക്കുട്ടിനെ കുറിച്ച് ചോദിച്ച് അവിടെ നിന്ന് മടങ്ങുകയാണ് ചെയ്തത്. അത് വലിയ തരത്തിൽ വിഷമം ഉണ്ടാക്കി, സങ്കടം ഉണ്ടാക്കി എന്നുള്ളതാണ് മറിയക്കുട്ടി പറയുന്നത്. അതൊക്കെ കാരണമാക്കിക്കൊണ്ടാണ് എന്തായാലും മറിയക്കുട്ടി BJP-യിൽ അംഗത്വം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ വിവാദമായൊരു കാര്യമാണ്. അതിൽ കോൺഗ്രസിന്റെ പിന്തുണ കൊണ്ട് മാത്രം വലിയ വാർത്തയായ മറിയക്കുട്ടി ഇപ്പോൾ BJP-യിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും കൗതുകകരമായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹാഷ്മി, തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവാ രാഹുൽ, മറിയക്കുട്ടി ഈ സമയത്ത് BJP-യിലേക്ക് എടുക്കുന്നതിൽ സ്ഥാനാർത്ഥിയാക്കുക എന്ന പ്ലാനൊക്കെ BJP-ക്ക് ഉണ്ടാവുമോ? അത്തരമൊരു പ്ലാനിലേക്ക് പോകാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. കാരണം മറിയക്കുട്ടിക്ക് പ്രായപരിധി നോക്കുകയാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പ്രായപരിധി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം ഉണ്ടാകാൻ വളരെ വളരെ കുറവാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പൂർണ്ണ പിന്തുണ ഇപ്പൊ തന്നെ ആളാക്കിയത് കോൺഗ്രസ്സുകാരല്ല, BJP-യും സുരേഷ് ഗോപിയുമാണെന്ന് മറിയക്കുട്ടി പറഞ്ഞു. അപ്പോൾ ഒരു സുരേഷ് ഗോപി ആരാധന BJP കൊടുപിടിക്കാൻ മറിയക്കുട്ടിയെ പ്രേരിപ്പിച്ചെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം സുരേഷ് ഗോപി വന്ന സമയത്താണെങ്കിലും അത്തരമൊരു പ്രതികരണം ഈ മറിയക്കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. പിന്നീട് BJP സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുന്ന സമയത്ത് ആ വേദിയിൽ ഒരു പൊതുപരിപാടിയിൽ മറിയക്കുട്ടി അവിടെ ചെല്ലുകയും BJP സുരേഷ് ഗോപി അവരെ ഷാൾ അണിയിച്ച് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്നേ ഒരു സൂചന മറിയക്കുട്ടി നൽകിയിരുന്നതാണ്. എന്തായാലും അത് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. മറിയക്കുട്ടി BJP ആയിരിക്കുന്നു. കണ്ണൂർ ചെങ്കൽപ്പണയിൽ മണ്ണിടിഞ്ഞ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. അസം സ്വദേശി ഗോപാൽ വർമ്മനാണ് മരിച്ചത്. കണ്ണൂർ പയ്യന്നൂർ ഒയോളത്താണ് അപകടമുണ്ടായത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളും ചേരുന്നു. അരുൺ, വലിയ മണ്ണിടിച്ചിലാണോ? ഹാഷ്മി, വൈകിട്ട് 6 മണിയോടെയാണ് ഈ അപകടമുണ്ടായത്. പയ്യന്നൂർ ഒയോളത്താണ്. അവിടെ ചെങ്കൽപ്പണയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗോപാൽ വർമ്മൻ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ. അതിനിടെ കനത്ത മഴയുണ്ടായിരുന്നു പ്രദേശത്ത്. ഇതേ തുടർന്നാണ് മണ്ണിടിച്ചിൽ ഉണ്ടായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ മണ്ണ്, ഈ കല്ലെടുത്ത ഭാഗത്ത് നിന്ന് വ്യാപകമായി മണ്ണ് താഴേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. മറ്റു തൊഴിലാളികൾ ഓടി മാറി. പക്ഷേ അസം സ്വദേശിയായിട്ടുള്ള ഗോപാൽ വർമ്മന് പെട്ടെന്ന് ഓടി മാറാൻ കഴിഞ്ഞില്ല. ഈ മണ്ണിനടിയിൽ പെട്ടുപോവുകയായിരുന്നു. മറ്റു തൊഴിലാളികൾ ഇടപെട്ട് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഈ അസം സ്വദേശിയുടെ മരണം സംഭവിച്ചത്. മറ്റൊരു ലോറി ഡ്രൈവർ കൂടി ഈ മണ്ണിടിച്ചിലിൽ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ അത് അത്ര ഗുരുതരമായ പരിക്കല്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും കനത്ത മഴ ഈ പയ്യന്നൂർ മേഖലയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പെയ്തിരുന്നു. ആ മഴയെ തുടർന്നാണ് ഈ ചെങ്കൽപ്പണയിൽ ഈ കല്ലെടുത്ത ഭാഗത്തുനിന്ന് ഈ മണ്ണിടിഞ്ഞ് ഈ ദാരുണമായ അപകടം ഉണ്ടായത്. നോക്കാം പ്രേക്ഷകർ ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പൊതുജനം കഴിഞ്ഞ LSR ജനകീയ വാർത്താ പരിപാടി തൽക്കാലം സമാപിക്കുന്നു. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി, ഗുഡ് നൈറ്റ്.